ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ 2026 സീസൺ ആവേശകരമായി മുന്നോട്ടു പോവുകയാണ്. ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു തോൽപ്പിച്ചു. രണ്ടാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും പരാജയപ്പെടുത്തി 6 വിക്കറ്റിനായിരുന്നു മുംബൈയുടെ ജയം. KKRന്റെ തോൽവിക്ക് പിന്നാലെ ടീമിന്റെ ബൗളിംഗ് പ്രകടനം വലിയ ചർച്ചാ വിഷയമായിരുന്നു. KKRന്റെ ബൗളർമാർ തീർത്തും നിരാശപ്പെടുത്തി. KKRനെ കാമറൂൺ ഗ്രീൻ പന്തെറിയാതിരുന്നതും ഇതിനിടെ വലിയ ചർച്ചാ വിഷയമായി. ഓസ്ട്രേലിയൻ പേസ് ഓൾറൗണ്ടർ ഗ്രീൻ 25.2 കോടിക്കാണ് KKRലെത്തിയത്. ബാറ്റ് കൊണ്ട് മാത്രമല്ല പന്തുകൊണ്ടും മികവ് കാട്ടാൻ ശേഷിയുള്ള താരമെന്ന നിലയിലാണ് ഗ്രീനിനെ മോഹവിലയ്ക്ക് KKR ടീമിലെത്തിച്ചത്. എന്നാൽ ഇപ്പോൾ ഗ്രീൻ പന്തെറിയാനുള്ള NOC ക്രിക്കറ്റ് ഓസ്ട്രേലിയ നൽകിയിട്ടില്ല. പരിക്കിന് ശേഷം തിരിച്ചെത്തിയ ഗ്രീൻ പൂർണ്ണ ഫിറ്റ്നസ്സിലെത്തുകയും T20 ലോകകപ്പ് അടക്കം കളിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പന്തെറിയാൻ കുറച്ചു ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ക്രിക്കറ്റ് ഓസ്ട്രേലിയ പറയുന്നത്. ഇതോടെ KKRന് ഗ്രീനെ എപ്പോൾ ബൗളിംഗിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്ന് പറയാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇതുകൂടാതെ ലേലത്തിലും ഗ്രീൻ വഞ്ചന നടത്തിയെന്ന ആരോപണവും ശക്തമായി ഉയരുന്നുണ്ട്. ഇത്തവണത്തെ ലേലത്തിൽ ഓൾറൗണ്ടറായ ഗ്രീൻ ബാറ്റ്സ്മാൻ എന്ന നിലയിലാണ് രജിസ്റ്റർ ചെയ്തത്. ലേലത്തിൽ ആദ്യം വിളിക്കുന്ന ബാറ്റ്സ്മാൻമാരെയാണ് ഏറ്റവും കൂടുതൽ പേഴ്സിൽ തുകയുള്ള സമയത്ത് ലേലത്തിലെത്തിക്കാൻ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ ഗ്രീൻ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് എന്നാണ് ഇപ്പോഴുള്ള ആരോപണം.